കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് 5 ലക്ഷം രൂപ കവർന്ന തട്ടിപ്പുകാരെ പൊളിച്ചത് ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഇടപെടൽ. മുംബൈ പോലീസിന്റെ യൂണിഫോമിലെത്തിയ തട്ടിപ്പുകാർ സുപ്രീം കോടതിയുടെയും റിസർവ് ബാങ്കിന്റെയും രേഖകൾ കാണിച്ചാണ് ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. പണം നൽകുന്നത് തടയാൻ ചങ്ങനാശ്ശേരി SBI ബാങ്ക് മാനേജർ ശ്രമിച്ചെങ്കിലും ഡോക്ടർ സമ്മതിച്ചില്ല. ബാങ്ക് ഉദ്യോഗസ്ഥർ അറിയിച്ചതിന് പിന്നാലെ പോലീസ് ഇടപെട്ടതോടെയാണ് തട്ടിപ്പുകാർ മുങ്ങിയത്. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി ജോൺസണൊപ്പം ആ ബാങ്ക് മാനേജറുമുണ്ട്. വളരെ വിശദമായി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ചോദിച്ചറിയാം. ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, ഒരു ത്രില്ലർ സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായത്. പിന്നീട് ബാങ്ക് ജീവനക്കാരുടെയും പോലീസിൻ്റെയും ഒക്കെ ഇടപെടലിനെ തുടർന്ന് ഈ തട്ടിപ്പ് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ബാങ്ക് മാനേജറൊക്കെ വിശദീകരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും ഒരു വലിയ തട്ടിപ്പ്, ഒരു പക്ഷേ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തുടർച്ചയായി നടക്കുന്നു. എന്തായാലും ഈ ചങ്ങനാശ്ശേരിയിൽ നടന്ന തട്ടിപ്പിൽ ഒരു നിർണായക ഒരു വഴിത്തിരിവായത്, അല്ലെങ്കിൽ ഒരു ഇടപെടൽ, ഈ ബാങ്കിൻ്റെ ഇടപെടലാണ് ആ തട്ടിപ്പ് തടയുന്നതിനൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയത്. എന്നോടൊപ്പം ഇവിടുത്തെ ഡെപ്യൂട്ടി മാനേജറുണ്ട്, നീന മാഡമാണ്. ഈ മാഡത്തിൻ്റെ ഒരു ഇടപെടലാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു തട്ടിപ്പ് തടയാൻ സഹായകരമായത്. മാഡം, എന്താണ് ഒരു സംശയം തോന്നാൻ കാരണം? അതൊരു അന്യ സംസ്ഥാനത്തിലുള്ള ഒരാളുടെ അക്കൗണ്ടിലോട്ടാണ് ഫണ്ട് അയക്കുന്നത്. അപ്പോൾ പുള്ളി അക്കൗണ്ടിൽ കിടന്ന ഫണ്ട് ഏകദേശം ഒരു 95% അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വന്നപ്പോൾ പുള്ളിക്ക് ചെക്കും ഇല്ലായിരുന്നു. ട്രാൻസ്ഫറിന് വന്നപ്പോൾ നമ്മൾ ചോദിച്ചു, ഇത് സാറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരാളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഫ്രണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് തന്നെയാണോ എന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്നും പുള്ളി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതുപോലെ സൈബർ തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അതിനുശേഷം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഒരു പ്രൊആക്റ്റീവ് മോണിറ്ററിങ് സെല്ലുണ്ട് ജയ്പൂർ. അപ്പോൾ അവർ വളരെ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് കോൾ വന്നു. ഇത് ഈ ട്രാൻസാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത ആൾക്കും മേക്ക് ചെയ്ത ആൾക്കും കോൾ വരും. നമുക്ക് കോൾ വന്ന് അവരവിടെ നിന്ന് കസ്റ്റമറെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ കസ്റ്റമറെ കോൺടാക്ട് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ജെന്യൂൻ ആണോ എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ക്രെഡിറ്റ് പോയ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് വേറെ പർച്ചേസും ഒക്കെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നുണ്ട്. സംശയം തോന്നിയതുകൊണ്ട് ഫണ്ട് നമ്മൾ ഹോൾഡ് ചെയ്തു. ഈ വന്ന ഡോക്ടർ പരിഭ്രമിച്ചായിരുന്നോ വന്നിരുന്നത്? അങ്ങനെ ഇല്ല, പുള്ളിയോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പുള്ളി നിർബന്ധമായും ഫണ്ട് അയക്കണം എന്നുള്ളൊരു രീതിയിലാണ്. നമുക്കറിയാലോ, നോർമലി വരുമ്പോൾ ചിലരാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയേണ്ട, ഇന്ന ആവശ്യത്തിനാണ്, അതിന് അങ്ങനെ ഒരു ഇതില്ല, അയക്കണം എന്ന് മാത്രമേ പുള്ളി പറഞ്ഞുള്ളൂ. പിന്നെ കസ്റ്റമർ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് ഫണ്ട് അയക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് അയക്കാതിരിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. ഇതൊരു സംശയമുള്ള അക്കൗണ്ട് ആണെന്ന് ഈ ഡോക്ടറെ ധരിപ്പിച്ചിരുന്നു? അല്ല, ഞങ്ങൾക്ക് സംശയമുള്ള അക്കൗണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിന് ശേഷമാണ് കാര്യം. ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ നമ്മൾ നോർമലി ചോദിക്കാറുണ്ട്, എങ്ങോട്ടാണ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ചോദിച്ച സമയത്ത് പുള്ളി ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെല്ലിൽ നിന്നും ഇങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് നമ്മളുടെ സംശയം അപ്പോൾ ഏറെക്കുറെ ശരിയായിരിക്കുമെന്ന് ഞങ്ങൾക്കും തോന്നിയത്. ഈ സെല്ല് മോണിറ്ററിംഗ് കൃത്യമായി നടത്തുന്നുണ്ട്. അതായത് SBI ബാങ്കാണ്, ചങ്ങനാശ്ശേരി ടൗൺ ശാഖയാണ്. ഇവിടെയുള്ള ഈ ബ്രാഞ്ചിൽ ഇവിടെ വന്നാണ് ആ ഡോക്ടർ പണം അയക്കാൻ തയ്യാറായത്. ആ ട്രാൻസാക്ഷനിൽ ഒരു സംശയം തോന്നിയതിനെ തുടർന്നാണ് ഇവിടുത്തെ ഡെപ്യൂട്ടി മാനേജറായിട്ടുള്ള നീന മാഡം അത് ഇങ്ങനൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞത്. ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തുന്നതും ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നതും ഇങ്ങനൊരു ഫ്രോഡ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഡോക്ടർ ഇത് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പോലീസിൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കൊടുവിലാണ് ഇങ്ങനൊരു കോൾ വന്നിട്ടുണ്ട്, ഇങ്ങനൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഉടൻ തന്നെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ 5 ലക്ഷം രൂപയിൽ 4,30,000 രൂപ തിരിച്ചു പിടിക്കാൻ സാധിച്ചത്. എന്തായാലും ഒരു വലിയൊരു തട്ടിപ്പിന് തടയിട്ടിട്ടുണ്ട്. എന്തായാലും ആളുകൾ ശ്രദ്ധിക്കണം. 1930 എന്ന് പറയുന്ന പോലീസിൻ്റെ സൈബർ സെല്ലിൻ്റെ നമ്പറിലേക്ക് ഇത്തരം തട്ടിപ്പുകൾ നടക്കുകയാണെങ്കിൽ ഉടൻ തന്നെ വിളിക്കണമെന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയായി തന്നെ നമുക്കിതിനെ കാണാം. ശരി, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. 5 ലക്ഷം രൂപ ഒറ്റയടിക്ക് പോകേണ്ട കേസായിരുന്നു. അവിടെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ അത് നിർണായകമായി. അതിനുശേഷം പോലീസിന്റെ ഇടപെടലും ശ്രദ്ധേയമായി. ടോബി ജോൺസൺ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.